ذكرتنا صومنا وصلاتنا قرآننا والذكر يعمر بالقلوب. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله. പ്രിയപ്പെട്ട സഹോദരിമാരെ, കുടുംബാംഗങ്ങളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്നുണർത്തുകയാണ്. വിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ധന്യമായ ദിവസങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്താകമാനം സമാനതകളില്ലാത്ത ദുരന്തം വിതച്ചുകൊണ്ട് കോവിഡ് മഹാമാരി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്താകമാനം മരണസംഖ്യ 2 ലക്ഷത്തോട് അടുക്കുകയാണ്. രോഗം വ്യാപിച്ചവരുടെ എണ്ണം എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രോഗം ശാരീരികമായി മനുഷ്യനെ ബാധിക്കുന്നതിനേക്കാൾ ഏറെ സാമ്പത്തിക രംഗത്തെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യൻ ഇന്നോളം ആർജിച്ചെടുത്ത മുഴുവൻ കഴിവുകളും സന്നാഹങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടും നിസ്സഹായതയോടുകൂടി കീഴടങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദുരന്തപൂർണമായ കാലത്തും നമ്മുടെ മനസ്സിനെ ഏറെ സന്തോഷിപ്പിച്ചുകൊണ്ട് കടുത്ത ചൂടുള്ള ഒരു വേനലിൽ ഒരു കുളിർമഴ പെയ്യുന്ന അനുഭവത്തോടു കൂടിയാണ് വിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. സന്തോഷത്തോടു കൂടിയാണ് ഈ ഭയപ്പാടുകൾക്കും ഉത്കണ്ഠകൾക്കും ഇടയിലും റമദാനിനെ നമ്മൾ സ്വീകരിച്ചത്. കാരണം മറ്റൊന്നുമല്ല, ഭൗതികമായ ഈ ജീവിതത്തിൽ നമ്മൾ ഇത്രയൊക്കെയേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. ഭൗതികമായ ഈ ജീവിതം, നശ്വരമായ ഈ ജീവിതം പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളും നിറഞ്ഞതായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ റബ്ബ് അത് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ ഈ നൈമിഷികമായ ജീവിതത്തിന് ശേഷം ശാശ്വതമായ ഒരു ജീവിതം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നും ആ ജീവിതത്തിൽ ഒരു പ്രയാസവുമില്ലാത്ത സർവ്വ സുഖങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും ജീവിതമായ സ്വർഗീയ ജീവിതം നമുക്ക് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ദുന്യാവിൽ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ടാകുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ നമ്മളെ ചെറിയ രൂപത്തിൽ അലട്ടുമ്പോഴും പാരത്രിക ജീവിതം എന്ന മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ അധ്വാനം നമ്മൾ ശക്തമാക്കുന്നത് ഈ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്. റമദാൻ കടന്നു വന്നപ്പോൾ നമ്മളൊക്കെ ഏറെ ആഹ്ലാദിക്കാനുള്ള കാരണവും ഇത് തന്നെയാണ്. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ വനിതാ വിഭാഗമായ MGM മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി അതിന്റെ നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമെന്നോണം ഈ ലോക്ക്ഡൌൺ കാലത്ത് ഓരോ വീടിന്റെ ഉള്ളിലുമുള്ള സഹോദരിമാർക്ക് ഇസ്ലാമികമായ മതപരമായ അറിവും മതപരമായ പാഠങ്ങളും എത്തിച്ചു കൊടുക്കുക എന്ന ബാധ്യതയോടുകൂടിയാണ് ഇങ്ങനെ ഒരു ഓൺലൈൻ പരിപാടി ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങൾ കേൾക്കുകയും പരത്തി പറഞ്ഞ് 1, 2, 3 മണിക്കൂർ പറയാൻ നമുക്ക് സാധിക്കുകയില്ല. കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ കാതലായ ഭാഗങ്ങൾ മാത്രം പറയുകയും അത് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന ബാധ്യത നിങ്ങൾ ഏറ്റെടുക്കണം. ഒരു നന്മ സ്വയം ഉൾക്കൊള്ളുക മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക കൂടി ചെയ്താൽ അതിന്റെ പ്രതിഫലം വളരെ വലുതാണ് എന്ന് നമ്മുടെ മതം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ എല്ലാ നന്മകളെയും സ്വന്തമാക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മാസത്തെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുവാനുള്ള ആയുസ്സും ആരോഗ്യവും അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങളോട് സംസാരിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം തഖ്വ എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു പദമാണ് തഖ്വ. തഖ്വയെ കുറിച്ച് പറയാത്ത ഏതെങ്കിലും സദസ്സിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് പോയതായി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? തഖ്വയെ കുറിച്ച് പറയാത്ത ഒരു പ്രസംഗം എവിടെയെങ്കിലും നമ്മൾ കേട്ടതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉണ്ടാവുകയില്ല. വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ എത്ര സ്ഥലത്താണ്, 250-ലേറെ സ്ഥലത്താണ് അള്ളാഹു തഖ്വയെ കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ചെറുതോ വലുതോ ആയ ഏതൊരു സദസ്സിനെ അഭിസംബോധന ചെയ്യുമ്പോഴും തെക്കുവയെ കുറിച്ച് ഉപദേശിക്കാതെ പ്രവാചകൻ ആ പ്രസംഗം തുടങ്ങാറില്ല. കാരണം ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ ജീവിതത്തിന്റെ അവന്റെ ജീവവായു പോലെ അവന് പ്രധാനപ്പെട്ടതാണ് തെക്കുവ. തെക്കുവ എവിടെ നഷ്ടപ്പെടുന്നു അവിടെ ആ മനുഷ്യന്റെ ഈമാൻ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ തെക്കുവയുള്ളവരായി ജീവിക്കുവാൻ കഠിനമായി നമ്മൾ പ്രയത്നിക്കുകയും നമ്മുടെ ഹൃദയം തെക്കുവയുള്ള ഹൃദയമായി മാറ്റുവാൻ അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. തെക്കുവയുടെ കേന്ദ്രം ഹൃദയമാണ്. തന്റെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, തീർച്ചയായും തെക്കുവയുടെ കേന്ദ്രം അത് ഹൃദയമാണ്, ഹൃദയത്തിലാകുന്നു തെക്കുവ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ പരിഗണിക്കപ്പെടുന്നത് പണത്തിന്റെയോ പത്രാസിന്റെയോ തറവാടിന്റെയോ പേരിലല്ല. അള്ളാഹുവിന്റെ അടുക്കൽ തെക്കുവയുടെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യൻ പരിഗണിക്കപ്പെടുക എന്നും ആദരിക്കപ്പെടുക എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നു. അഥവാ ഒരു അടിമയിൽ നിന്ന് അള്ളാഹു തആല ഏറ്റവുമേറെ സ്വീകരിക്കുന്നത് അവന്റെ ഹൃദയത്തിന്റെ തെക്കുവയാണ് എന്നർത്ഥം. എന്താണ് തെക്കുവ? തെക്കുവ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ പദത്തിനെ ഒരുപാട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈ പദത്തിന് ഒരുപാട് നിർവചനങ്ങൾ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ നിർവചനങ്ങളെ മുഴുവനും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, തെക്കുവ എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനശ്വരമായ കാലാകാലം ജീവിക്കുവാൻ സാധിക്കുന്ന സർവ്വ സുഖങ്ങളുടെയും കേന്ദ്രമായ സ്വർഗം, ആ സ്വർഗത്തിൽ ഒരു അടിമ എത്തിപ്പെടാൻ എന്തൊക്കെ കാര്യങ്ങളാണോ അവന്റെ ജീവിതത്തിൽ ചെയ്യണം എന്ന് കൽപ്പിച്ചിട്ടുള്ളത്, അതിൽ ചെറുതുണ്ടാവാം, അതിൽ വലുതുണ്ടാവാം, എളുപ്പമുള്ളതുണ്ടാവാം, പ്രയാസമുള്ളതുണ്ടാവാം. ആ സ്വർഗത്തിലെത്താൻ അള്ളാഹു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണോ നമ്മളോട് കൽപ്പിച്ചത്, ആ കാര്യങ്ങളൊക്കെ അതിമനോഹരമായി വളരെ കൃത്യമായി ജാഗ്രതയോടുകൂടി ഗൗരവത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കുക. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ഭീകരമായ നരകം, വാക്കുകൊണ്ട് വർണ്ണിച്ചെടുക്കാൻ കഴിയാത്ത അത്രയും ഭീകരമാണ് അള്ളാഹുവിന്റെ ശിക്ഷയുടെ കേന്ദ്രമായ നരകം. ആ നരകത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്ന ചെറുതും വലുതുമായ പാപങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനും പ്രവാചകനും നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ പാപങ്ങളെ ഗൗരവത്തോടെ, ജാഗ്രതയോടെ, സൂക്ഷ്മതയോടുകൂടി ആ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധയോടുകൂടി ആ പാപങ്ങളോട് നമ്മൾ പ്രതികരിക്കുക. ഈ രണ്ട് സൂക്ഷ്മത, ഒന്ന് നമുക്ക് സ്വർഗത്തിലെത്തണം, രണ്ട് നരകത്തിൽ നമ്മൾ ചെന്ന് ചാടരുത്. ഈ രണ്ടാഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി സൂക്ഷ്മതയോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. അതിന് പറയുന്ന പേരാണ് തഖ്വ. ഒരു മനുഷ്യന്റെ മനസ്സിൽ തഖ്വ സ്ഥാനം പിടിക്കണമെങ്കിൽ അവനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണം എന്ന് പറയുന്നത് നന്മകളെ നന്മകളായി കാണുകയും അതെത്ര ചെറുതാണെങ്കിലും ആ നന്മകൾ വിട്ടുകളയാതെ പ്രവർത്തിക്കുവാനുള്ള ജാഗ്രത അവനിൽ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ തെറ്റുകൾ അത് തെറ്റുകളാണ്, അതെത്ര ചെറുതാണെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, നരകത്തിൽ ഏറ്റവും ചെറിയ തെറ്റിന് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ അവന്റെ കാലിൽ തീ കൊണ്ടുള്ള ഒരു പാദരക്ഷ, ചെരുപ്പ് പോലെയുള്ള ഒരു വസ്തു ധരിപ്പിച്ചു കൊടുക്കുന്ന അതിന്റെ ചൂട് കൊണ്ട് അവന്റെ ശരീരത്തിന്റെ ഉള്ളു മുഴുവനും വെന്തുപോയി അവന്റെ തലച്ചോറ് തിളക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരു തെറ്റിനെയും നിസ്സാരമായി കാണരുത്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് ഖബറുകൾക്കിടയിലൂടെ നടന്നു പോകുന്ന ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ടല്ലോ, നമ്മളൊക്കെ കേട്ടതാണ്. ആ രണ്ട് ഖബറിലേക്ക് ചൂണ്ടിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഈ രണ്ട് ഖബറിലുള്ള ആളുകളും ഖബറിൽ വെച്ചു തന്നെ അവരുടെ ശിക്ഷ തുടങ്ങിയിട്ടുണ്ട്. സഹാബത്ത് ചോദിച്ചു, നബിയെ, അവർ എന്ത് തെറ്റ് ചെയ്തവരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് മൂത്രമൊഴിച്ചാൽ ശരിക്ക് ശുദ്ധിയാക്കാത്ത ആളായിരുന്നു. രണ്ടാമത്തെ ആള് ജീവിതകാലത്ത് മനുഷ്യ മാംസം തിന്നുന്ന അഥവാ പരദൂഷണം പറയുന്ന സ്വഭാവമുള്ള ആളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്കുക, ഈ രണ്ട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ എത്ര നിസ്സാരത്തോടു കൂടിയാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഈ തെറ്റുകളെ എത്ര ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കുക. അതുകൊണ്ട് എല്ലാ നന്മകളെയും നന്മകളായി അതിനെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുകയും അത് നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. എല്ലാ തിന്മകളെയും അതിനെ തിന്മകളായി കണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കി അതിനെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക. അറബിയിൽ സാധാരണ ഒരു ചൊല്ലുണ്ട്, നിങ്ങൾ ഒന്നിനെ
ഒരു തിന്മയെയും നിസ്സാരമായി കാണരുത്. കാരണം ചെറിയ ചെറിയ മൺതരികൾ കൊണ്ടാണല്ലോ ഒരു പർവ്വതം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മൺതരികൾ ഓരോന്നും അത് വളരെ ചെറുതാണ്. പക്ഷെ ആ മൺതരികൾ ചേർത്ത് വെക്കുമ്പോൾ അത് വലിയ ഒരു പർവ്വതമായി തീരും. പലപ്പോഴും സഹോദരിമാരെ, ജീവിതത്തിൽ തെറ്റുകളെ നിസ്സാരമായി കാണുന്ന സ്വഭാവമുള്ളവരാണ് നമ്മളൊക്കെ. അതായത് അതെന്താ ചെറുതല്ലേ, അത് സാരല്ല, അത് ഒരു വട്ടല്ലേ, അത് എപ്പോഴെങ്കിലും അല്ലേ എന്ന ഒരു ധാരണ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കടന്നുകൂടുക. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു വീടിന്റെ മുറ്റത്തിരിക്കുമ്പോ ആ വീട്ടിലെ സ്ത്രീ അപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തന്റെ കുട്ടിയെ വിളിച്ചു, മോനെ വാ. ആ കുട്ടി കളിയിൽ വ്യാപൃതനായ കുട്ടി ഉമ്മയുടെ വിളി കേൾക്കാൻ ഇത്തിരി മടിച്ചപ്പോ ആ ഉമ്മ പറഞ്ഞു, മോനെ നീ വന്നാൽ ഞാൻ നിനക്കൊരു സമ്മാനം തരാം. ആ കുട്ടി ഉമ്മാന്റെ അടുത്തേക്ക് ഓടി വരിക. തന്റെ കളിപ്പാട്ടങ്ങൾ വലിച്ചെറിഞ്ഞ് ഉമ്മാന്റെ അടുത്തേക്ക് ഓടി വരുന്ന ആ കുട്ടിയെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മയോട് ചോദിച്ചു, ആ കുട്ടിക്ക് കൊടുക്കാൻ എന്താണ് നിന്റെ കൈവശമുള്ളത്? നമ്മളൊക്കെ 100 വട്ടം നമ്മുടെ മക്കളോട് പറയാണ്ട് ഇന്നത് ചെയ്താൽ തരാ. ആ തര ഇതുവരെ നമ്മൾ കൊടുത്തിട്ടില്ല. പക്ഷെ പ്രവാചകൻ ഈ സ്ത്രീയോട് ചോദിച്ചു, അവന് കൊടുക്കാൻ എന്താണ് നിന്റെ കൈവശമുള്ളത്? ആ സ്ത്രീ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇത്തിരി കാരക്ക എടുത്തു വെച്ചിട്ടുണ്ട്, അവന് കാരക്ക ഇഷ്ടമാണ്, അവൻ വന്നാൽ ഞാൻ ആ കാരക്ക അവന് കൊടുക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന് കൊടുക്കാൻ ഒന്നുമില്ലാതെയാണ് നീ അവനോട് തരാമെന്ന് പറഞ്ഞ് വിളിച്ചതെങ്കിൽ നീ ഒരു കളവ് പറഞ്ഞതായി അള്ളാഹുവിന്റെ അടുത്ത് രേഖപ്പെടുത്തും കേട്ടോ. സഹോദരി, തെറ്റിന്റെ ഗൗരവം മനസ്സിലാക്കുക, നന്മകളുടെ വലിപ്പം മനസ്സിലാക്കുക, അത് മനസ്സിലാക്കി പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ തെഖ്വയുള്ള ഒരാളായി തീരും. തെറ്റുകളെ ജീവിത സുഖത്തിന് വേണ്ടി തെറ്റുകളെ നിസ്സാരവൽക്കരിച്ചാൽ നമ്മുടെ മനസ്സിൽ നിന്ന് തെഖ്വ കുടിയിറങ്ങി പോകുമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. തെഖ്വയുള്ളവരായി നമ്മൾ ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വളരെ വലിയ ചില പ്രതിഫലങ്ങളുണ്ട്. ഈ ലോകത്ത് എത്ര പണം കൊടുത്താലും കിട്ടാത്ത ചില അനുഗ്രഹങ്ങളാണ് തെഖ്വയുള്ളവരായി ജീവിക്കുമ്പോൾ അല്ലാഹു തആല നമുക്ക് വാഗ്ദത്തം നൽകുന്നത്. ഒന്നാമതായി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നു, നിങ്ങൾ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ മഅൽ മുത്തഖീൻ, തീർച്ചയായും അല്ലാഹു തഖ്വയുള്ളവരുടെ കൂടെയായിരിക്കും. തഖ്വയുണ്ടോ, അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഏത് പ്രയാസത്തിലും ഒറ്റപ്പെട്ടു പോകാത്ത വിധം അല്ലാഹുവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാവും തഖ്വയുണ്ടെങ്കിൽ. അല്ലാഹു തആല വീണ്ടും പറഞ്ഞു, ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. തഖ്വയുള്ളവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്. നമ്മളൊക്കെ അല്ലാഹുവിന്റെ ഇഷ്ടം അന്വേഷിക്കുന്നവരാണ്. തഖ്വയുണ്ടോ, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടും. അല്ലാഹു തആല വീണ്ടും പറയുന്നു, ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനൻ വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും ദുനൂബകും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. നിങ്ങൾ തഖ്വയുള്ളവരാണെങ്കിൽ നമ്മുടെ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരുമെന്ന് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വീണ്ടും അല്ലാഹു പറയുന്നു, വമയത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. നിങ്ങൾക്ക് തഖ്വയുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ വഴികൾ അടഞ്ഞു കിടക്കുമ്പോൾ മനസ്സിലെ തഖ്വ മുറുകെ പിടിച്ച് ജീവിക്കുന്നുവെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് മോചനത്തിന്റെ വഴികൾ തുറന്നു തരും. വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്. വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണം. വയുഅല്ലിമുകുമുല്ലാഹ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അല്ലാഹു കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും, മനസ്സിലാക്കി തരും. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ള ആളുകളിൽ നിന്ന് മാത്രമേ അല്ലാഹു തആല അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ആരാണോ തയ്യാറാകുന്നത് അള്ളാഹു അവർക്ക് അവരുടെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും എന്ന് അള്ളാഹു തആല പഠിപ്പിച്ചു. വഇൻ തസ്ബിറു വതത്തഖു വലാ തത്തഖു ലാ യദുറുക്കും കൈദുഹും ശൈആ. ഈ ലോകത്ത് നമുക്കെതിരെ കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ശത്രുക്കൾ ആരാണെങ്കിലും നിങ്ങൾക്ക് ക്ഷമയുണ്ടോ, തഖ്വയുണ്ടോ, അവരുടെ കുതന്ത്രങ്ങൾ നിങ്ങളുടെ മേൽ യേശുകയില്ല. അള്ളാഹു നിങ്ങൾക്ക് കാവലുണ്ടായിരിക്കുമെന്ന് അള്ളാഹു തആല നമ്മളെ പഠിപ്പിച്ചു. അവസാനമായി വൽ ആഖിറത്തു ഇൻദ റബ്ബിക ലിൽ മുത്തഖീൻ. വൽ ആഖിറത്തു ഇൻദ റബ്ബിക ലിൽ മുത്തഖീൻ. തീർച്ചയായും പരലോകം, പാരത്രിക ലോകത്തെ വിജയം, അനശ്വരമായ സ്വർഗം അത് മുത്തഖികൾക്കാണ് ലഭിക്കുക എന്ന് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ അല്ലാഹു തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കി തന്നത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടിയാണ് എന്ന ഖുർആനിക വചനം മുഖവിലക്കെടുത്തുകൊണ്ട് ഈ റമദാനിൽ സാധിക്കുന്ന നന്മകൾ അത്രയും എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ അത്
അതിന്റെ ഭംഗിയോടുകൂടി ചെയ്യുവാനും തെറ്റാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ച വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ഒക്കെ ഉണ്ടാകുന്ന തെറ്റുകളെ പരിപൂർണമായി ഗൗരവത്തോടുകൂടി ഭയപ്പാടോടുകൂടി ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുവാനും നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അവന്റെ സ്വർഗാവകാശികളാകുന്ന മുത്തഖികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.